എടാ, ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു ഈ ജാവാസ്ക്രിപ്റ്റിൽ ഇപ്പോൾ ഒരു അറേൻ്റെ അകത്ത് കുറെ ഫാൾസി വാല്യൂസ് ഒക്കെ ഉണ്ടെങ്കിലേ അതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വൺ ലൈനറോ മറ്റോ ഉണ്ടോ? എന്തെങ്കിലും ഒന്ന് പറഞ്ഞുതരുമോ? എടാ നീ ഉറങ്ങിയില്ലടാ. നീ കുറെ നേരമായില്ല അവിടെ നിന്ന് കമന്ന് കിടക്കുന്നു. എന്ത് ചെയ്യുമായിരുന്നു ഇതുവരെ? ഇതാലോചിച്ചിരിക്കുവായിരുന്നോ? വഴിയൊക്കെ ഉണ്ട്, വഴിയൊക്കെ പറഞ്ഞുതരാം. എന്നാലെങ്കിലും ഉറങ്ങുമോ? ഈ ഒരു പർട്ടിക്കുലർ അറേ ശ്രദ്ധിക്കുക. ഇതിൽ ഒരുപാട് വാല്യൂസ് ഉണ്ട്, അതായത് മിക്സ്ഡ് ആയിട്ട് വാല്യൂസ് ഉണ്ട്. അതായത് ട്രൂ ഉണ്ട്, ഫാൾസും ഉണ്ട്. അതേപോലെ ഇവിടെ ഒരു സ്ട്രിങ് ഉണ്ട്. അപ്പോൾ സ്ട്രിങ് കൺസിഡർ ചെയ്യുന്ന ട്രൂത്തി വാല്യൂ ആയിട്ടാണ്. ബാക്കിയെല്ലാം ഈ അൺഡിഫൈൻഡ് നാന് നള്ള് കാര്യങ്ങളൊക്കെ ഫാൾസി വാല്യൂ ആയിട്ടാണ് ജാവാസ്ക്രിപ്റ്റിൽ കൺസിഡർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിന് ഫാൾസി വാല്യൂസ് ഒക്കെ ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പണി ചെയ്യാം. ഇവിടെ ഞാനൊരു ക്ലീൻ എന്ന വാരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. എന്നിട്ട് അറേ ഡോട്ട് ഫിൽട്ടറിലേക്ക് എന്ത് ചെയ്യുക, ബൂളിയൻ എന്ന് പറഞ്ഞ ഈ ഫംഗ്ഷൻ പാസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ പാസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊന്ന് ലോഗ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, ക്ലീൻ ലോഗ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, റൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഫാൾസി വാല്യൂസും റിമൂവ് ചെയ്തിട്ടുണ്ടാവും. വേറൊരു കാര്യം ശ്രദ്ധിക്കുക, ഈ സീറോ എന്ന് പറഞ്ഞതും ജാവാസ്ക്രിപ്റ്റിൽ ഫാൾസി വാല്യൂ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അതുകൊണ്ടാണ് സീറോയും ഒഴിവായത്. ഇനി ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് അറിയണ്ടേ? ഈ ബൂളിയൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇതിന്റെ ഫിൽട്ടർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കോൾ ബാക്ക് ആണ്. ഓക്കെ, അപ്പോൾ ബൂളിയൻ എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ആണ്. അപ്പം നമ്മൾ അങ്ങനെ തന്നെ പാസ് ചെയ്യുന്നു. അപ്പോൾ ബൂളിയൻ ഇത് ഇനി ഇന്റേണലി ബൂളിയൻ ഓഫ് ഈച്ച് എലമെന്റ് പാസ് ചെയ്യും. ഇത് ട്രൂ ആണോ ഫാൾസ് ആണോ നോക്കും. ഇതിപ്പം സീറോ ഫാൾസി ആണ്, അപ്പോൾ ഫാൾസ് റിട്ടേൺ ചെയ്യും. അപ്പോൾ അത് ഔട്ട്പുട്ട് അറേയിൽ ഇൻക്ലൂഡ് ചെയ്യില്ല. അപ്പോൾ അങ്ങനെ ഓരോ എലമെന്റും ഈ ബൂളിയൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കോൾ ചെയ്തിട്ട് അതിലേക്ക് പാസ് ചെയ്യും. എന്നിട്ട് അതിന്റെ വാല്യൂസ് പുതിയൊരു അറേയിലേക്ക് മാറ്റും. അത്രേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. ഓ, അത്രേ ഉള്ളൂ. താങ്ക്സ്. അപ്പോൾ ഗുഡ് നൈറ്റ്.